വാപ്പയോട് മിണ്ടാത്ത വീടുണ്ടോ? വാപ്പയോട് മിണ്ടാത്ത വീടുണ്ടോ? വാപ്പയോട് മിണ്ടാത്ത ഭവനമുണ്ടോ? നിങ്ങൾ പള്ളിയുടെ കമ്മിറ്റിക്കാരാകട്ടെ, വയലു പറയുന്നവരാകട്ടെ, ഖതീബന്മാരാകട്ടെ, പൈസയുള്ളവരാകട്ടെ, ഗവൺമെന്റ് ജോലിക്കാരാകട്ടെ, സമസ്തയുടെ പ്രവർത്തകരാകട്ടെ, വാപ്പയോട് മിണ്ടാത്ത മകനാണെങ്കിലോ നിന്റെ ഇബാദത്തുണ്ടല്ലോ അല്ലാഹു വേണ്ട, അല്ലാഹു വേണ്ട. റമളാന് കടന്നു വരാൻ പോകുകയാ, തറാവീഹ് കടന്നു വരാൻ പോകുകയാ, നോമ്പുകൾ കടന്നു വരാൻ പോകുകയാ, സദഖകൾ കടന്നു വരാൻ പോകുകയാ. എന്ത് നന്മകൾ ചെയ്താലും, എന്ത് നിസ്കരിച്ചാലും, എത്ര നോമ്പ് നോറ്റാലും, എത്ര സദഖ കൊടുത്താലും വാപ്പയോട് മിണ്ടാത്തവനാണോ അല്ലാഹു വേണ്ട. അതുകൊണ്ടാണ് ലോകത്തിന്റെ പ്രവാചകം പറയുന്നത്, വാപ്പയോട് മിണ്ടാത്ത വീടുണ്ടല്ലോ അത് നരകത്തിന്റെ വീടാ. അല്ലാ, കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വിലയറിയൂല, ചെവിയുള്ളപ്പോൾ ചെവിയുടെ വിലയറിയില്ല, കാലുള്ളപ്പോൾ കാലിന്റെ വിലയറിയൂല, ശബ്ദമുള്ളപ്പോൾ ശബ്ദത്തിന്റെ വിലയറിയൂല. അമ്മച്ചവനെ വാപ്പയുള്ളപ്പോൾ വാപ്പയുടെ വിലയറിയൂല. അവര് മരിച്ചാ അത് വല്ലാത്ത നഷ്ടമോ, അത് വല്ലാത്ത നഷ്ടമോ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ വാപ്പമാർക്കോ ആഫിയത്ത് കൊടുക്കടേ അല്ലാ, ദീർഘായുസ് കൊടുക്കടേ അല്ലാ. മരിച്ചുപോയ പിതാക്കന്മാരുടെ ഖബറോ വിശാലമാക്കടേ അല്ലാ, സ്വർഗം കൊടുക്കടേ അല്ലാ. പടച്ചവരെ, നിങ്ങളെങ്ങാനും മരിച്ചുപോയാ, വാപ്പമാര് മരിച്ചുപോയാ അത് വല്ലാത്ത നഷ്ടമോ. നമ്മുടെ കയ്യിലിരിക്കുന്ന മക്കളുണ്ടല്ലോ, നമ്മൾ പോറ്റി വളർത്തിയ മക്കളുണ്ടല്ലോ, നമ്മൾ വാപ്പമാര് മരിച്ചുപോയാ വേറെ ഏതെങ്കിലും വീടിന്റെ വാതിക്കല് പോയി തെണ്ണുന്നൊരവസ്ഥ വരുത്തില്ല അല്ലാ.